നമസ്തേ. പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്ന് പുതിയ യുദ്ധസഖ്യം ഉണ്ടാക്കിയ സന്തോഷത്തിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളെന്ന് നടൻ സന്തോഷ് പണ്ഡിറ്റ്. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ തുർക്കിയും സൗദിയും അവരെ സഹായിക്കും, അതോടെ ഇന്ത്യ വിയർക്കുമെന്നൊക്കെയാണ് കേരള മാപ്രകളുടെ സ്വപ്നങ്ങൾ. എന്നാൽ ഈ മൂന്ന് രാജ്യങ്ങളും ഇനി ഒന്നിച്ചു വന്നാലും ഇന്ത്യക്ക് വെറും അവർ ബംഗ്ലാദേശ്, ശ്രീലങ്ക പോലെയുള്ളൂ. ഒരു ഇരയല്ല. ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യയിലെ രാജ്യസ്നേഹികളെ സംബന്ധിച്ചും അതൊരു വെല്ലുവിളിയല്ല. കേരള മാപ്രകൾ ഓവറായി സന്തോഷിക്കേണ്ട എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം. ഈയിടെയായി കേരളത്തിലെ ചില മാധ്യമങ്ങളിലെ ചില റിപ്പോർട്ടർമാർ വലിയ സന്തോഷത്തിലാണ്. കാര്യമെന്തെന്നോ, അവരുടെ പ്രിയപ്പെട്ട രാജ്യം പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്ന ഒരു പുതിയ യുദ്ധസഖ്യം ഉണ്ടാക്കിയല്ലോ. ഇത് നാറ്റോയ്ക്ക് ബദലായി ഉണ്ടാക്കിയതാണെന്നും ഇതോടെ ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ തുർക്കിയും സൗദിയും അവരെ സഹായിക്കും, അതോടെ ഇന്ത്യ വിയർക്കുമോ എന്നൊക്കെയാണ് കേരള മാപ്രകളുടെ സ്വപ്നങ്ങൾ. ഇതിനായി പകൽ രാത്രി ചർച്ചകൾ നടത്തി ഇന്ത്യ ഇനി എന്തു ചെയ്യും എന്നൊക്കെ ഘോരം പ്രസംഗിക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നാൽ, 1. മുമ്പ് പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ഇന്ത്യയും പാകിസ്ഥാനും ഉരസിയപ്പോഴെല്ലാം ഈ പറയുന്ന തുർക്കി സഖ്യം ഒന്നുമില്ലാഞ്ഞിട്ടും പാകിസ്ഥാനെ സഹായിച്ചിരുന്നു. എന്നിട്ട് തുർക്കി എന്തൊലത്തി? എന്നിട്ടൊരു കാര്യവും ഉണ്ടായിട്ടില്ല. 2. പാകി, തുർക്കി, സൗദി ഈ മൂന്ന് രാജ്യങ്ങളും ഇനി ഒന്നിച്ച് വന്നാലും ഇന്ത്യക്ക് വെറും അവർ ബംഗ്ലാദേശ്, ശ്രീലങ്ക പോലേ ഉള്ളൂ. ഒരു ഇരയേ അല്ല. ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യയിലെ രാജ്യസ്നേഹികളെ സംബന്ധിച്ചും അതൊരു വെല്ലുവിളിയല്ല. കേരള മാപ്പറകൾ ഓവറായി സന്തോഷിക്കേണ്ട. 3. സൗദിയിൽ ഹൂതികൾ ഈയിടെയായി നിരവധി ആക്രമണങ്ങൾ നടത്തി. ഇടയ്ക്ക് ഇറാനും അവരെ ആക്രമിക്കുന്നു. എന്നിട്ട് ഈ സഖ്യരാജ്യങ്ങളായ പാകിസ്ഥാനും തുർക്കിയും എന്തുകൊണ്ട് ഹൂതികൾക്ക് എതിരെയോ അവരെ ഇളക്കിവിടുന്ന ഇറാനെതിരെയോ യുദ്ധം ചെയ്യുന്നില്ല? 4. ഇനി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായാലും സൗദി അറേബ്യ ഒരിക്കലും ഇന്ത്യക്ക് എതിരെ വരില്ല എന്ന് 99% ഉറപ്പിച്ചു പറയാം. കാരണം ഇന്ത്യയുമായി അവർക്ക് അത്രയും അടുത്ത ബന്ധമുണ്ട്. ഈ പറയുന്ന തുർക്കി എന്ന രാജ്യം ഒരു വിഷമാണ് എന്ന് സമ്മതിക്കുന്നു. അവർ ചെറുതെങ്കിലും ഇന്ത്യക്ക് പാരയാകുവാൻ സാധ്യതയുണ്ട്. പക്ഷെ ബുദ്ധിപൂർവ്വം ഇന്ത്യക്ക് അവരെ കൂട്ടാവുന്നതേ ഉള്ളൂ. 6. തുർക്കിയുടെ ശത്രു രാജ്യങ്ങൾ ഗ്രീസ്, സൈപ്രസ്, ഇസ്രായേൽ, അർമേനിയ, സിറിയ എന്നിവയാണ്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ സിറിയൻ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന വിമതർക്ക് തുർക്കി പിന്തുണ നൽകിയതും സിറിയൻ അതിർത്തിയിൽ കുർദ് തീവ്രവാദികളെ നേരിടാനായി തുർക്കി സൈനിക നടപടികൾ നടത്തുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കടുത്ത ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട്. 1974 സൈപ്രസിന്റെ വടക്കൻ പ്രദേശം തുർക്കി സൈന്യം കൈയടക്കുകയും പിന്നീട് അവിടെ ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്ന വെവ്വേറെ ഭരണകൂടം ഉണ്ടാക്കുകയും ചെയ്തു. ഇത് അംഗീകരിക്കാൻ സൈപ്രസോ അന്താരാഷ്ട്ര സമൂഹമോ തയ്യാറായിട്ടില്ല. ഈ അനധികൃത കയ്യേറ്റമാണ് പ്രധാന ശത്രുത. ഈ വിഷയത്തിൽ ഇന്ത്യ സൈപ്രസിന് കട്ട പിന്തുണ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിലവിൽ പ്രതിരോധ മേഖലയിലെ ശക്തമായ സഹകരണത്തിനായി ഇന്ത്യയും സൈപ്രസ് രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ നന്ദികെട്ട തുർക്കി എന്ന രാജ്യത്തെ 2023 ഫെബ്രുവരിയിൽ അവിടെ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിച്ചവർക്ക് ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിലാണ് ഇന്ത്യ അടിയന്തര സഹായം എത്തിച്ചത്. ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കകം ഇന്ത്യ രക്ഷാപ്രവർത്തകരെയും മരുന്നുകളും അടിയന്തര വൈദ്യസഹായവും അവിടെ എത്തിച്ചു. NDRF സംഘങ്ങളും ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ ടീമും അടങ്ങുന്ന വലിയൊരു സംഘം രക്ഷാപ്രവർത്തനത്തിനായി തുർക്കിയിലേക്ക് പറഞ്ഞുവിട്ടു. ഒരു വലിയ ആശുപത്രി തന്നെ ഉണ്ടാക്കി കൊടുത്തു. ആയിരങ്ങളെ ചികിത്സിച്ചു. 140 ടണ്ണിലധികം വരുന്ന ദുരിതാശ്വാസ സാമഗ്രികൾ, ജീവൻ രക്ഷാ മരുന്നുകൾ, എക്സ്റേ മെഷീനുകൾ, വെന്റിലേറ്ററുകൾ, കൂടാരങ്ങൾ, കമ്പിളി പുതപ്പുകൾ എന്നിവ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ വഴി എത്തിച്ചു. ഈ സമയം പാകിസ്ഥാൻ ഒരു 5 പൈസയുടെ സഹായം അവർക്ക് ചെയ്തില്ല. എന്തിന്? നമ്മുടെ സ്വന്തം സംസ്ഥാനം കേരളം പോലും ഞങ്ങളുടെ സ്വന്തം തുർക്കിയെ സഹായിക്കണമെന്നും പറഞ്ഞ് 10 കോടി കൊടുത്തിരുന്നു. എന്നിട്ടും ഓപ്പറേഷൻ സിന്ദൂർ വിഷയം വന്നപ്പോൾ തുർക്കി പാകിസ്ഥാന് തങ്ങളുടെ ആയുധങ്ങളും പണവും നൽകി സഹായിച്ചു. നന്ദി കെട്ടവർ. വാൽകഷ്ണം. ഇന്ത്യ ചേരാ നയമൊക്കെ മാറ്റിവെച്ച് ഇസ്രായേൽ, റഷ്യ എന്നീ സുഹൃത്ത് രാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കണം. ഇന്ത്യയെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ സഹായിച്ച രാജ്യം ഇസ്രായേലാണ്. റഷ്യ പണ്ട് മുതൽ തന്നെ നമ്മളോടൊപ്പം കട്ടയ്ക്ക് നിൽക്കാറുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. ഈ പോസ്റ്റ് എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയാണ്. അപ്പോൾ സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ മക്കയിൽ ഒപ്പുവെച്ച പുതിയ സുരക്ഷാ കരാർ ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.
ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ കുറച്ചു മുന്നേ വായിച്ചത്. ഇസ്ലാമിക് നാറ്റോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രതിരോധ കൂട്ടുകെട്ട് മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളും പ്രാദേശിക അസ്ഥിരതകളും നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം 3 രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന വ്യവസ്ഥയും കരാറിലുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ മാറിക്കൊണ്ടിരിക്കുന്ന ശക്തി സമവാക്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യയുടെ ഈ നീക്കം. ഇറാനുമായുള്ള സംഘർഷം, ഹൂതികളുടെ ആക്രമണങ്ങൾ, എണ്ണശേഖരങ്ങൾക്കും സാമ്പത്തിക ഇടനാഴികൾക്കും നേരെയുള്ള ഭീഷണികൾ എന്നിവ സൗദിയുടെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായി അമേരിക്കയുടെ സുരക്ഷാ സംവിധാനത്തെ ആശ്രയിച്ചിരുന്ന സൗദി പ്രാദേശിക സുരക്ഷയ്ക്ക് കൂടുതൽ സ്വതന്ത്രമായ പ്രതിരോധ സംവിധാനങ്ങൾ തേടുന്നതിന്റെ സൂചനയായാണ് പുതിയ സഖ്യത്തെ വിലയിരുത്തുന്നത്. ഈ കൂട്ടുകെട്ടിൽ തുർക്കിക്കും പാകിസ്ഥാനും നിർണായക സ്ഥാനമാണുള്ളത്. ഡ്രോൺ സാങ്കേതിക വിദ്യയിലും പ്രതിരോധ രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകളിലും തുർക്കി കൈവരിച്ച മുന്നേറ്റം സൗദിക്ക് പ്രധാനപ്പെട്ട നേട്ടമാണ്. അതേസമയം ആണവശക്തിയുള്ള മുസ്ലിം രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ സൈനിക ശേഷി സഖ്യത്തിന് കൂടുതൽ കരുത്തു നൽകുന്നു. നേരത്തെ ചില വിഷയങ്ങളിൽ സൗദിയും തുർക്കിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മാറിയ പ്രാദേശിക സാഹചര്യങ്ങൾ ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുത്ത സഹകരണത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. സൗദിയുടെ വിഷൻ 2030 സാമ്പത്തിക പദ്ധതികളുടെ സംരക്ഷണവും ഈ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി കാണാം. നിക്ഷേപം, ടൂറിസം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ വൻ പദ്ധതികൾ നടപ്പാക്കുന്ന സൗദിക്ക് സമാധാനപരമായ അന്തരീക്ഷം അനിവാര്യമാണ്. അതിനാൽ തന്നെ പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച സംരക്ഷിക്കാനും സൗദി ശ്രമിക്കുന്നു. തുർക്കിയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയും സൈനിക സഹകരണവും പാകിസ്ഥാന് കൂടുതൽ ലഭ്യമാകുന്നത് ഇന്ത്യക്ക് പുതിയ സുരക്ഷാ വെല്ലുവിളികൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളൂ. സാധ്യത 100% ഉറപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ സൈന്യം അത്രയും ശക്തമാണ്. വ്യോമസേനയിലും എല്ലാ തരത്തിലും നമ്മുടെ ഇന്ത്യൻ സേന വളരെയധികം കരുതലോടെ നമ്മൾ വ്യോമരംഗത്തായാലും എല്ലാ മേഖലകളിലും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മുന്നേറ്റം നടന്നൊരു സമയമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ. അതെടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളികൾ നമ്മൾ അതിനെ ശക്തമായി നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ വിഷയത്തിൽ, അതായത് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ, ഇവരുടെ സഹകരണം വെല്ലുവിളികൾ ഉയർത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് പുതിയ സുരക്ഷാ വെല്ലുവിളികൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തുർക്കി നേരത്തെ പാകിസ്ഥാന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇന്ത്യ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം സൗദി അറേബ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം സാമ്പത്തിക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസി സമൂഹം, ഭീകരവിരുദ്ധ സഹകരണം തുടങ്ങിയ മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. അതിനാൽ പാകിസ്ഥാനും തുർക്കിയും ഉൾപ്പെട്ട പുതിയ സഖ്യത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദിയുമായുള്ള ബന്ധത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുക ഇന്ത്യക്ക് നിർണായകമാകും. അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊരു ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും ചുരുക്കത്തെ പറയുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു പുതിയ പ്രതിരോധ സഖ്യം മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് അമേരിക്കൻ സുരക്ഷാ സംവിധാനത്തിന്റെ ഒരു പ്രാദേശിക ബദലായി വളരുമോ അതോ അതിനൊപ്പം പ്രവർത്തിക്കുന്ന സംവിധാനമായി മാറുമോ എന്നത് വരും കാലത്ത് വ്യക്തമാകും. അതിന്റെ പേരിൽ ഇന്ത്യക്ക് പേടിയാണ്, ഇന്ത്യയുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ കേരള മാപ്പറകളൊക്കെ അടിച്ചുവിടുന്നതൊക്കെ വെറും വ്യാജമാണ്. എന്തായാലും പാകിസ്ഥാന്റെ സൈനിക ശേഷിയും തുർക്കിയുടെ സാങ്കേതിക നയതന്ത്ര സ്വാധീനവും സൗദിയുടെ സാമ്പത്തിക കരുത്തും ഒരുമിക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു കരുതലോടെ ഇരിക്കേണ്ടതാണ്. ഈ പുതിയ നീക്കത്തെ ഏറെ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവസാനം സൗദി, തുർക്കി, പാകിസ്ഥാൻ സുരക്ഷാ കൂട്ടുകെട്ട് ഇന്ത്യക്ക് ഉടൻ ഒരു നേരിട്ടുള്ള സൈനിക ഭീഷണിയായി മാറുമെന്ന് പറയാനാകില്ലെങ്കിലും മാറി വരുന്ന ആഗോള ശക്തി സമവാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അതിനെ ഒരു ഗൗരവത്തോടെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ സൈനിക ശേഷിയും അതുപോലെ തന്നെ തുർക്കിയുടെ സാങ്കേതിക പിന്തുണയും സൗദിയുടെ സാമ്പത്തിക സ്വാധീനം ഒരുമിക്കുന്ന ഈ ഒരു സാഹചര്യം ദക്ഷിണേഷ്യയിലും പശ്ചിമേഷ്യയിലും പുതിയ തന്ത്രപരമായ സമവാക്യങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം. അതേസമയം സൗദിയുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധവും റഷ്യയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണവും ഇന്ത്യക്ക് നിർണായകമായ തന്ത്രപരമായ കരുത്താണ് നൽകുന്നത്. അതുകൊണ്ടാണ് വികാരപരമായ പ്രതികരണങ്ങളെക്കാൾ ദേശീയ താൽപര്യവും ദീർഘകാല സുരക്ഷയും മുൻനിർത്തിയുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഇന്ത്യക്ക് ഇപ്പോൾ ആവശ്യം. ഈ വിഷയത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഭയപ്പാടോടെയുള്ള ഒരു ഇത്തരത്തിലുള്ള വാർത്തകളെ വളരെ വലിയ രീതിയിൽ ചർച്ചയാക്കി നമ്മുടെ ഇന്ത്യൻ സേന ഇത് നിരീക്ഷിച്ചു വരികയാണ്.
ഈ പുതിയ സഖ്യം യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിന്റെ സുരക്ഷയ്ക്ക് പരിഹാരമാകുമോ, അതോ മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമോ, ഇന്ത്യ ഇതിനെ എങ്ങനെ നേരിടണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? എന്ത് അഭിപ്രായമാണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.